ഗൈസ്, ഇത് നമ്മളെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ പയർ ഉണങ്ങിയിട്ട് വൻപയറായതാണ്. ഇത് കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് നമുക്കിങ്ങനെ കുറേ ശേഖരിച്ച് വെച്ച് നമുക്കിത് വൻപയർ കറി വെക്കാം, വറുക്കുക ഒക്കെ ചെയ്യാം. നമുക്കിത് ഇതിലത്തെ തൊലി കളഞ്ഞിട്ട് നമ്മ നോമ്പിന് പച്ചപ്പയർ കറി വെച്ചിട്ടാ. ഇത് കുറച്ച് ഉണങ്ങിയിട്ട് നമുക്ക് ഉണക്കപ്പയർ കറി വെക്കാന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇത് ഉണക്കി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് വെക്കാം. ഇനിയും പയറിൻ്റെ തൈൻ്റെ മീതെ കുറച്ചും കൂടെ ഉണങ്ങിയ പയറുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ കുറേ ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ നല്ലോണം നമുക്ക് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ വീട്ടിൽ 2 പയറിൻ്റെ തയ്യേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉള്ളത് ചെറിയ നട്ടപാടുള്ള കുറച്ച് വലുതായ തയ്യാണ്. അതിലൊന്നും പിടിക്കാൻ തുടങ്ങണത്ര. 2 തൈ ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഇത്ര പയർ കിട്ടി. എന്നാൽ കുറച്ചും കൂടെ തൈ ഉണ്ടെങ്കിൽ എത്ര കിട്ടും. അതുകൊണ്ട് എല്ലാവരും പയർ കൃഷിയും വിവിധതരം കൃഷിയെല്ലാം വീട്ടിൽ ചെയ്യാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പയറിൻ്റെ വിത്ത് നട്ടതാണ്. നമുക്ക് ഇത്രയും ഇത് കിട്ടി. ഈ പയർ തേങ്ങയിട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്തിട്ട് ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് കഴിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കറി വെക്കുമ്പോൾ കാണിച്ചു തരാം. എല്ലാവർക്കും ബൈ ബൈ.